വേൾഡ് ഈസ് ചേഞ്ചിങ്, സോ ടു ദ ജോബ് മാർക്കറ്റ്. സോ ആ ജോലികളിലേക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽ സെറ്റ്സും നേടിയിരിക്കേണ്ട ട്രെയിനിങ്ങുകളും പഠിക്കേണ്ട എഡ്യൂക്കേഷൻ കോഴ്സുകളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട് ഏത് ജോബ് മേഖലകളിലേക്കാണ് കൂടുതൽ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഏതൊക്കെ ജോബ് മാർക്കറ്റ്സുകളാണ് അല്ലെങ്കിൽ ജോബുകളാണ് ഒബ്സലീറ്റ് ആയി വരുന്നത്, അതായത് അതിൻ്റെ സാധ്യത കുറഞ്ഞുകൊണ്ടുവരുന്നത്. സോ നമുക്ക് ആദ്യം സാധ്യതകൾ കുറഞ്ഞുകൊണ്ടുവരുന്ന ജോബ് മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവരുടെ പൊതുവെയുള്ള ഒരു സ്വഭാവം എന്നുള്ളത് ഈ ജോലികളുടെ റിപ്പിറ്റേറ്റീവ് ടാസ്കുകളാണ്. കാര്യമായിട്ട് ക്രിയേറ്റിവിറ്റി ഒന്നും ഉപയോഗിക്കാത്ത സെക്രട്ടറി ടൈപ്പ്, അഡ്മിൻ ടൈപ്പ്, ക്ലറിക്കൽ റിലേറ്റഡ് പേപ്പർ വർക്ക്സൊക്കെ വളരെ കൂടുതലുള്ള, കാര്യമായിട്ട് സ്കിൽ സെറ്റ്സ് ആവശ്യമില്ലാത്ത പേപ്പർ വെയ്റ്റ് ജോബ്സുകളൊക്കെയാണ്. പേപ്പർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേപ്പർ വെയ്റ്റിൻ്റെ പ്രത്യേകത ആ ഒരു കനമുള്ള സാധനം അത് നാം ഒരു പേപ്പറിൻ്റെ മുകളിൽ വെക്കുന്നത് പേപ്പർ പറന്നു പോകാതിരിക്കാൻ മാത്രമാണ്. സോ അതുപോലെ കാര്യമായിട്ട് കഴിവുകളൊന്നും ആവശ്യമില്ലാത്ത മേഖലകളാണിവ. പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജോബ് മേഖലകൾ സാധ്യതകൾ കൂടി വരുന്നതാണ്. സോ ഇവിടെ നമുക്ക് മെയിനായിട്ടും 4 രീതിയിൽ ഡൊമൈനിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൽ ആദ്യത്തേത് ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ട്രെൻഡായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിയർ മേഖലകളാണ്. രണ്ടാമത്തേത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് മേഖലകൾക്ക് കൂടുതൽ എക്സ്പെർട്ടീസ് നൽകുന്ന അല്ലെങ്കിൽ അതിനെ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ജോബ് മേഖലകളാണ്. മൂന്നാമത്തേത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന മാറ്റം, അതായത് ഈ ഒരു മേഖല AI ബാക്കിയുള്ള ജോലി മേഖലകളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, അതിനനുസരിച്ച് മാറ്റം വരുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെയിനായിട്ട് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ്, എൻജിനീയറിംഗ് ആ രീതിയിലുള്ള മേഖലകളാണെങ്കിൽ, ബാക്കിയുള്ള എൻജിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കലുണ്ട്, സിവിലുണ്ട്, ബയോടെക്നോളജി ഉണ്ട്. അതുപോലെ പല മേഖലകളും എൻജിനീയറിംഗ് മേഖലയിൽ തന്നെയുണ്ട്. അതുപോലെ ലോ റിലേറ്റഡ്, മെഡിക്കൽ റിലേറ്റഡ്, ഹ്യൂമാനിറ്റീസിലെ പല മേഖലകൾ, ഫിൻടെക്, കൊമേഴ്സ് റിലേറ്റഡ്, അങ്ങനെ പല കാര്യങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ആ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല ജോലി മേഖലകളിലും മാറ്റം വരുന്നുണ്ട്. സോ അതിന് ആവശ്യമായ കാര്യങ്ങൾ നൽകുന്ന ജോലി മേഖലകളിൽ തീർച്ചയായിട്ടും സാധ്യതകൾ കൂടി വരുന്നുണ്ട്. ഇനി നാലാമത്തെയും അവസാനത്തെയും ജോലി മേഖല എന്നുള്ളത് തീർച്ചയായിട്ടും ഇവരുടെ പ്രത്യേകത അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, മറിച്ച് അതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് മേഖല ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് നമുക്കറിയാം റീസെൻ്റായി വന്ന ഒരു ടെക്നോളജി മേഖലകളാണ്. സോ അതുപോലെ തന്നെ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ടെക്നോളജി, സാങ്കേതിക വിദ്യകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പാരലായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ അത് AI സാധ്യതകൾ മാറ്റി അതിൻ്റേതായ പുതിയൊരു ലോകം തന്നെ സൃഷ്ടിച്ചേക്കാം. സോ അങ്ങനെ ഒരു ആൾട്ടർനേറ്റ് ജോബ് മേഖലകളും വരുന്നുണ്ട്. പിന്നീടുള്ളത് തീർച്ചയായിട്ടും അത് അഞ്ചാമത്തെ നമുക്കൊരു സെപ്പറേറ്റായി കൗണ്ട് ചെയ്യാവുന്നൊരു മേഖലയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇമ്പാക്റ്റും വരാത്ത കരിയർ മേഖലകളാണ്. സോ ഇവിടെ ഹ്യൂമൻ എലമെൻറ്റ്സ് ആവശ്യമുള്ള മേഖലകളുണ്ട്. ഹോസ്പിറ്റാലിറ്റി പോലെയുള്ള, ടൂറിസം പോലെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രം പോരാ, അവിടെ ഹ്യൂമൻ എലമെൻറ്റ്സ് വേണം. അതോടൊപ്പം ക്രിയേറ്റിവിറ്റി വരുന്ന ഒറിജിനൽ നാച്ചുറൽ ഇൻ്റലിജൻസ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി മേഖലകൾ, സാധ്യതകൾ ഇന്നും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ആ പെയിൻറ്റിങ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഡ്രോയിങ് അല്ലെങ്കിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ആർട്ട് വർക്ക്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും AI ജനറേറ്റഡ് ആണ് എന്നുള്ളത്. കാരണം ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. മറിച്ച് ഒരു ഒറിജിനൽ ആർട്ടിസ്റ്റ്, ഒരു ഹ്യൂമൻ ആണ് ചിത്രം വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു
പേഴ്സൻ്റെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ സിഗ്നേച്ചർ ആ ഡ്രോയിങ്ങിൽ കാണാൻ പറ്റും. അതൊരു യുണീക്കാണ്. സോ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ തന്നെയാണ്. സോ ഇങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ടച്ച് ചെയ്യാത്ത ഒരു ജോബ് മേഖല അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഇതും നമുക്ക് 5ാമതായിട്ടുള്ള ജോലി മേഖലയായി കൗണ്ട് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് 2025 അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന പല രീതിയിലുള്ള ജോബ് ട്രെൻഡ്സുകളും മേഖലകളും. ഡിസ്കഷനെ 2ആയിട്ടായിരുന്നു വിഭജിച്ചത്. ഒന്ന് ജോലി സാധ്യതകൾ കുറഞ്ഞു വരുന്ന മേഖലകളും, മറ്റത് കൂടി വരുന്ന മേഖലകളും. അതിൽ ജോലി സാധ്യത കൂടി വരുന്ന മേഖലയിൽ തന്നെ 5 ഡിഫറെൻറ്റ് ഡൊമൈൻസ് അല്ലെങ്കിൽ വേർട്ടിക്കൽസിനെ പരിചയപ്പെട്ടു. ഒബ്വിയസ്ലി ഈ കാര്യവുമായി ബന്ധപ്പെട്ട്, ജോബ് ട്രെൻഡ്സുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. സോ ടുഡേയ്സ് ഫ്രൈഡേ മോർണിംഗ് വാക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ജോലി സാധ്യതകളെക്കുറിച്ചും പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.